ഹലോ, വെൽക്കം ബാക്ക് ടു റാസ് വോയിസ്. ഗ്രാൻഡ് മോസ്കിൽ നിന്നും ഞങ്ങൾ പുറത്തിറങ്ങി. ഇനി യാത്ര UAE പ്രസിഡൻഷ്യൽ പാലസ് കാണുന്നതിനു വേണ്ടിയാണ്. 2019 മാർച്ചിലാണ് കൊട്ടാരം പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നുകൊടുത്തത്. നേരെ മുന്നിൽ കാണുന്നത് ഹോട്ടൽ എമിറേറ്റ് പാലസിന്റെ ഗേറ്റാണ്. ഖസർ അൽവതൻ എന്നും വിളിക്കുന്ന പ്രസിഡൻഷ്യൽ പാലസിന്റെ വിസിറ്റേഴ്സ് ഗേറ്റിന് അടുത്ത് മാത്രമേ നമ്മുടെ വാഹനത്തിന് പ്രവേശനാനുമതി ഉള്ളൂ. അവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം പാലസിന്റെ ബസ്സിലാണ് കൊട്ടാരത്തിലേക്ക് പോകുന്നത്. ഞങ്ങൾ ബസ്സിൽ കയറി. 100 ഏക്കറിലധികം സ്ഥലത്ത് പരന്നു കിടക്കുകയാണ് കൊട്ടാരവും ചുറ്റുമുള്ള ഗാർഡനും. മരുഭൂമിയിലാണ് ഇക്കാണുന്ന തരത്തിൽ ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിച്ച് മനോഹരമാക്കിയിരിക്കുന്നത്. ബസ്സിൽ നിന്നും ഇറങ്ങി കൊട്ടാരമുറ്റത്തേക്ക് നടന്നു. വിശാലമായ മുറ്റത്തിന് ഇരുവശത്തും നടപ്പന്തലുകൾ. ഇപ്പോൾ കൊട്ടാരവാതിൽ അടഞ്ഞുകിടക്കുകയാണ്. ഒരേ സമയം കുറച്ച് സന്ദർശകരെ മാത്രമേ അകത്തേക്ക് കടത്തിവിടുന്നുള്ളൂ. കൊട്ടാരവാതിൽ തുറന്നു. ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചു. ഉള്ളിലെ ആഡംബരം കണ്ട് കണ്ണഞ്ചിപ്പോയി. എങ്ങും സ്വർണത്തിന്റെയും വെള്ളിയുടെയും മാർബിളിന്റെയും ഗ്രാനൈറ്റിന്റെയും തിളക്കം മാത്രം. വലിയ ഹാളിന്റെ താഴികക്കുടത്തിൽ നിന്നും ഞാന്ന് കിടക്കുന്നു ഷാൻലിയർ.
ദി ഗ്രേറ്റ് ഹാൾ എന്നറിയപ്പെടുന്ന ഹാളിന് 2-3 നിലകളുടെ ഉയരമുണ്ട്. തറയിൽ ഉൾപ്പെടെ ഡിസൈനുകളിൽ അധികവും ജോമെട്രിക്കൽ പാറ്റേണുകളാണ്. ഈ ഹാളിൽ നിന്നും വശങ്ങളിലേക്ക് പല പല പാസേജുകൾ കാണാം. ഓരോ പാസേജിലൂടെയും നടന്നാൽ ചെന്നെത്തുന്നത് വലിയ ഹാളുകളിലേക്ക്. ഓരോ ഹാളിലും വ്യത്യസ്തമായ കാഴ്ചകൾ. ഇത് മജ്ലിസ് ഹാൾ. UAE ഭരണാധികാരികൾ സമ്മേളിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യുന്ന ഹാൾ. ഹാളിന് പ്രത്യേക രീതിയിലുള്ള ലൈറ്റിംഗ് സംവിധാനമാണ്. ഭംഗിയുള്ള കർട്ടനുകളും തറയിൽ വലിയ കാർപ്പറ്റ്. അടുത്ത ഹാളിലേക്ക് നടന്നു. കൊട്ടാരത്തിലെ ഒഫീഷ്യൽ മീറ്റിംഗ് ഹാൾ. വിദേശ രാഷ്ട്രത്തലവന്മാരോ പ്രതിനിധികളോ UAEയിലെത്തുമ്പോൾ മീറ്റിംഗ് നടക്കുന്ന ഇടം. മറ്റൊരു ഹാളിൽ ദ പവർ ഓഫ് വേർഡ്സ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ഗോൾഡൻ ശില്പമുണ്ട്. ശില്പത്തിനുള്ളിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കാം. ശില്പിയുടെ പേരും മറ്റു വിവരങ്ങളും ഇവിടെയുണ്ട്. ശില്പത്തിന് പുറകിലൂടെ നടന്ന് ഖസർ അൽബത്താൻ ലൈബ്രറിയിലെത്തി. 50,000-ലധികം പുസ്തകങ്ങൾ ഈ ലൈബ്രറിയിലുണ്ട്. UAE സന്ദർശിക്കുന്ന രാഷ്ട്രത്തലവന്മാരോ പ്രതിനിധികളോ മറ്റ് വിശിഷ്ട വ്യക്തികളോ രാജാവിന് നൽകുന്ന സമ്മാനങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവയെല്ലാം പൊതുജനങ്ങൾക്ക് കാണാനുള്ള അവസരം ലഭിക്കുന്നു. മറ്റൊരു ഹാളിലൂടെ നടന്ന് പ്രസിഡൻഷ്യൽ ബങ്കറ്റ് ഹാളിലെത്തി. വിരുന്ന് നടക്കുമ്പോൾ ഈ സീറ്റുകളെല്ലാം വേണ്ട വിധത്തിൽ മാറ്റി ക്രമീകരിക്കാറുണ്ട്. ഈ ഹാളിൽ വെച്ചാണ് ദ ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റ്സ് GCC OIC മീറ്റിങ്ങുകൾ നടത്തുന്നത്. ഈ മീറ്റിങ്ങുകളെക്കുറിച്ചും ഓരോ മീറ്റിങ്ങും നടക്കുമ്പോഴുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഇവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഹാളിലെ ഡോം ഒരു സവിശേഷ നിർമ്മിതിയാണ്. അതിൽ നിന്നും തൂങ്ങിക്കിടക്കുന്ന ഷാൻലിയർ വളരെ വലുതാണ്. ഷാൻലിയറിൻ്റെ ഉള്ളിൽ ഒരു റൂം ഉണ്ട്. മെയിൻ്റനൻസ് വർക്കിന് വേണ്ടി സ്റ്റെയർകേസിലൂടെ ഒരാൾക്ക് റൂമിലേക്ക് ഇറങ്ങാൻ കഴിയും. കൊട്ടാരത്തിന് പുറത്ത് കടക്കുന്നതിന് മുമ്പ് ടോയ്ലറ്റ് എന്ന് ആരോ മാർക്ക് കണ്ട ഭാഗത്തേക്ക് നടന്നു. അവിടെയും സ്വർണ്ണ തിളക്കം മാത്രം. കാണാൻ നല്ല ഭംഗിയുണ്ട്. രാജകുടുംബം താമസിക്കുന്ന കൊട്ടാരമല്ല ഇത്. അത് വേറെയാണ്. രാജ്യത്തിൻ്റെ സുപ്രീം കൗൺസിൽ ആൻഡ് ഫെഡറൽ ക്യാബിനറ്റ് മീറ്റിങ്ങുകൾ, UAE സന്ദർശിക്കുന്ന മറ്റ് രാഷ്ട്രത്തലവന്മാരെ സ്വീകരിക്കൽ തുടങ്ങിയ ഔദ്യോഗിക കാര്യങ്ങൾക്ക് മാത്രമാണ് ഈ കൊട്ടാരം ഉപയോഗിക്കുന്നത്. ബസ്സിൽ കയറി തിരികെ പോന്നു. കൊട്ടാരത്തിൽ ലൈറ്റുകൾ തെളിയാൻ തുടങ്ങിയിരിക്കുന്നു. രാത്രി ലൈറ്റ് ഷോയുമുണ്ട്. ടിക്കറ്റിൽ ലൈറ്റ് ഷോയും ഉൾപ്പെടും. ദുബായിലെത്താൻ വൈകുമെന്നതിനാൽ ഞങ്ങൾ ഷോ കാണാൻ നിന്നില്ല.
ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്ന സിനിമയിൽ കാർ ജമ്പിംഗ് സീൻ ചിത്രീകരിച്ചിട്ടുള്ള എത്തിഹാദ് ടവേഴ്സ് ആണ് മുന്നിൽ കാണുന്ന ബിൽഡിംഗ്. വരുന്ന വഴിയിൽ ദുബായിലെ ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡ് കാണാൻ പോയി. രാത്രിയിലെ ദുബായ് വളരെ സുന്ദരമാണ്. വിനോദസഞ്ചാരികളെയും കൊണ്ട് ക്രൂയിസുകൾ ഒന്നിനു പുറകെ ഒന്നായി പോകുന്നു. ഉച്ചത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട്. ക്രൂയിസിൽ ഡിന്നർ പാർട്ടി നടക്കുന്ന സമയമാണ്. ഞങ്ങൾ പാലത്തിൽ നിന്നും ഇറങ്ങി ബീച്ചിലൂടെ നടന്നു. 3-ാം ദിവസത്തെ കാഴ്ചകൾ ഇവിടെ തീരുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.